അതെ, ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം ഇവർ ഒരുമിച്ചല്ല താമസം. കാരണം ഒരുമിച്ചായിരുന്നെങ്കിൽ ആ കുട്ടികൾ മരിക്കുന്ന കാര്യം ആ യുവാവ് അപ്പം തന്നെ ആ സമയത്ത് തന്നെ അറിയേണ്ടതാണ്. പക്ഷേ ഈ കുട്ടികൾ മരിച്ചുവെന്ന് യുവതി പറയുമ്പോഴാണ് യുവാവ് അറിയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇവർ ഒരുമിച്ചല്ല താമസമെന്നാണ് നമുക്ക് പ്രാഥമികമായി നമുക്ക് മനസ്സിലാവുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പുറത്തു വരേണ്ടതുണ്ട്. ഈ കുട്ടികൾ കൊല്ലപ്പെട്ടതാണെങ്കിൽ യുവാവിന് പങ്കുണ്ടോ, യുവതിയുടെ യുവാവിന് പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ കൂടുതൽ വ്യക്തത വരും മണിക്കൂറുകളിലായിരിക്കും നമുക്ക് ലഭിക്കുക. എന്തായാലും ഈ വിവരം പോലീസ് അറിഞ്ഞ ഉടൻ ഈ രണ്ട് പേരെയും, 21 വയസ്സുള്ള യുവതിയെയും 26 വയസ്സുള്ള യുവാവിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇരുവരും പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അസ്ഥി കൊണ്ടെത്തിച്ച യുവാവും ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഈ യുവതിയും യുവാവും പുതുക്കാട് വെള്ളിക്കുളങ്ങര സ്വദേശികളാണ്. ഇവർ അവിവാഹിതരാണ്. ഇവർ വിവാഹം കഴിച്ചിട്ടില്ല. വിവാഹം കഴിച്ചതിന് ശേഷം ആദ്യമുണ്ടായ കുഞ്ഞിനെ അവർ കുഴിച്ചിട്ടു എന്നാണ് പറയുന്നത്. അത് മരിച്ചതിന് ശേഷമാണോ കൊന്നു കുഴിച്ചു മൂടിയതാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അതിനുശേഷം രണ്ടാമതൊരു കുട്ടി ഉണ്ടാവുന്നു. ആ കുട്ടിയും പ്രസവത്തിനിടെ മരിക്കുന്നുവെന്നും അതിനെയും കുഴിച്ചിട്ടുവെന്നും യുവാവിനെ അറിയിക്കുകയാണ് ഉണ്ടായത്. എന്തായാലും ഇക്കാര്യത്തിൽ കൂടുതൽ പരിശോധനകളും അന്വേഷണവും പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സജിത്ത്, ഞെട്ടിക്കുന്ന സംഭവം നടക്കുന്നത് തൃശ്ശൂരിലാണ്. തൃശ്ശൂർ പുതുക്കാട് പോലീസ് സ്റ്റേഷനിലേക്കാണ് യുവാവ് കടന്നു വന്നത്. കാമുകന്മാരായി ആണ് ഇരുവരും. ഇവർ നവജാത ശിശുക്കളെ കുഴിച്ചിട്ട വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തൃശ്ശൂർ പുതുക്കാട് പോലീസ് സ്റ്റേഷനിലാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടാകുന്നത്. സഞ്ചിയിൽ കുഞ്ഞുങ്ങളുടെ അസ്ഥിയുമായി യുവാവ് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വരികയായിരുന്നു എന്നാണ് ലഭ്യം.